കുമ്പളശ്ശേരിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് പിടിയിൽ. ദക്ഷിണ കന്നഡ സ്വദേശി സയ്യിദ് അഫ്രീദിയാണ് പിടിയിലായത്. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി, NH66, ആണങ്കൂർ, കാസർഗോഡ്. മാരക മയക്കുമരുന്നായ MDMA-യുമായി കർണാടക സ്വദേശി കുമ്പള പോലീസിന്റെ പിടിയിൽ. മംഗളൂർ ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സയ്യിദ് അഫ്രീദിയെയാണ് കുമ്പള പോലീസ് സബ് ഇൻസ്പെക്ടർ C സനീദും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 12 മണിയോടെ ഷിറിയ മുട്ടം ദേശീയപാത 66-ന്റെ സർവീസ് റോഡിൽ പട്രോളിംഗ് നടത്തുകയായിരുന്നു പോലീസ് സംഘം. ഈ സമയം റോഡരികിൽ കറുത്ത സ്കൂട്ടറിൽ സംശയാസ്പദമായ സാഹചര്യത്തിലിരിക്കുകയായിരുന്ന അഫ്രീദി പോലീസ് വാഹനം കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഉടൻ തന്നെ പോലീസ് പാർട്ടിയും സ്ഥലത്തുണ്ടായിരുന്ന മറ്റുള്ളവരും ചേർന്ന് ഇയാളെ തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ പ്രതിയുടെ പാന്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ലെതർ പൗച്ചിനുള്ളിൽ നിന്ന് കറുത്ത പ്ലാസ്റ്റിക് കവറിൽ ഒളിപ്പിച്ച നിലയിൽ 19.34 ഗ്രാം MDMA കണ്ടെടുത്തു. പിടിച്ചെടുത്ത മയക്കുമരുന്ന് വിപണിയിൽ ലക്ഷങ്ങൾ വില വരും. വിൽപ്പനയ്ക്കായാണ് താനിത് കൊണ്ടുവന്നതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച KA-19 HU 7786 സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയുടെ പക്കൽ നിന്നും 2 ഐഫോണുകളും 400 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. NDPS ആക്ട് പ്രകാരം പ്രതിക്കെതിരെ കുമ്പള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുമ്പള ഇൻസ്പെക്ടർ ബൈജു K ജോസിനാണ് കേസിന്റെ തുടരന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. പിടിയിലായ പ്രതിക്ക് ഈ മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ സലീം എന്നയാളെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.